ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനങ്ങൾ. തീയതി, സ്ഥലം, പ്രസിഡന്റ്. ഒന്നാം സമ്മേളനം 1885 ഡിസംബർ 28 മുതൽ 30 വരെ, ബോംബായ്, ഉമേഷ് ചന്ദ്ര ബാനർജി. രണ്ടാം സമ്മേളനം 1886 ഡിസംബർ 27 മുതൽ 30 വരെ, കൽക്കട്ട, ദാദാഭായ് നവറോജി. മൂന്നാം സമ്മേളനം 1887 ഡിസംബർ 27 മുതൽ 30 വരെ, മദ്രാസ്, ബദറുദ്ദീൻ താബ്ജി. നാലാം സമ്മേളനം 1888 ഡിസംബർ 26 മുതൽ 29 വരെ, അലഹബാദ്, ജോർജ് യൂൾ. അഞ്ചാം സമ്മേളനം 1889 ഡിസംബർ 26 മുതൽ 28 വരെ, ബോംബായ്, വില്യം വെഡർബേൺ. ആറാം സമ്മേളനം 1890 ഡിസംബർ 26 മുതൽ 30 വരെ, കൽക്കട്ട, ഫിറോസ് ഷാ മേത്ത. ഏഴാം സമ്മേളനം 1891 ഡിസംബർ 28 മുതൽ 30 വരെ, നാഗ്പൂർ, പി അനന്തചാർലു. എട്ടാം സമ്മേളനം 1892 ഡിസംബർ 28 മുതൽ 30 വരെ, അലഹബാദ്, ഉമേഷ് ചന്ദ്ര ബാനർജി. ഒൻപതാം സമ്മേളനം 1893 ഡിസംബർ 27 മുതൽ 30 വരെ, ലാഹോർ, ദാദാഭായ് നവറോജി. പത്താം സമ്മേളനം 1894 ഡിസംബർ 26 മുതൽ 29 വരെ, മദ്രാസ്, ആൽഫ്രഡ് വെബ്. 11ാം സമ്മേളനം 1895 ഡിസംബർ 27 മുതൽ 30 വരെ, പൂനായ്, സുരേന്ദ്രനാഥ ബാനർജി. 12ാം സമ്മേളനം 1896 ഡിസംബർ 28 മുതൽ 31 വരെ, കൽക്കട്ട, റഹമത്തുള്ള സയാനി. 13ാം സമ്മേളനം 1897 ഡിസംബർ 27 മുതൽ 29 വരെ, അമരാവതി, ചേറ്റൂർ ശങ്കരൻ നായർ. 14ാം സമ്മേളനം 1897 ഡിസംബർ 29 മുതൽ 31 വരെ, മദ്രാസ്, ആനന്ദ മോഹൻ ബോസ്. 15ാം സമ്മേളനം 1899 ഡിസംബർ 27 മുതൽ 29 വരെ, ലക്നൗ, ആർ സി ദത്ത്. 16ാം സമ്മേളനം 1900 ഡിസംബർ 27 മുതൽ 29 വരെ, ലാഹോർ, എൻ ജി ചന്ദ്ര വർക്കർ. 17ാം സമ്മേളനം 1901 ഡിസംബർ 26 മുതൽ 28 വരെ, കൽക്കട്ട, ദിൻഷാ ഇ വാച്ച. 18ാം സമ്മേളനം 1902 ഡിസംബർ 28 മുതൽ 30 വരെ, അഹമ്മദാബാദ്, സുരേന്ദ്രനാഥ് ബാനർജി. 19ാം സമ്മേളനം 1903 ഡിസംബർ 28 മുതൽ 30 വരെ, മദ്രാസ്, ലാൽ മോഹൻ ഘോഷ്. 20ാം സമ്മേളനം 1904 ഡിസംബർ 26 മുതൽ 28 വരെ, ബോംബായ്, ഹെൻറി കോട്ടൺ. 21ാം സമ്മേളനം 1905 ഡിസംബർ 27 മുതൽ 30 വരെ, ബനാറസ്, ഗോപാലകൃഷ്ണ ഗോഖലെ. 22ാം സമ്മേളനം 1906 ഡിസംബർ 26 മുതൽ 29 വരെ, കൽക്കട്ട, ദാദാഭായ് നവറോജി. 23ാം സമ്മേളനം 1907 ഡിസംബർ 26, 27, സൂററ്റ്, റാഷ് ബിഹാരി ഘോഷ്. ഈ സമ്മേളനം നിരാകരിച്ചു. 1908 ഡിസംബർ 28 മുതൽ 30 വരെ, മദ്രാസ്, റാഷ് ബിഹാരി ഘോഷ്. 24ാം സമ്മേളനം 1909 ഡിസംബർ 27 മുതൽ 29 വരെ, ലാഹോർ, മദൻ മോഹൻ മാളവ്യ. 25ാം സമ്മേളനം 1910 ഡിസംബർ 26 മുതൽ 29 വരെ, അലഹബാദ്, സർ വില്യം വെഡർബേൺ. 26ാം സമ്മേളനം 1911 ഡിസംബർ 26 മുതൽ 28 വരെ, കൽക്കട്ട, ബി എൻ ധർ. 27ാം സമ്മേളനം 1912 ഡിസംബർ 26 മുതൽ 28 വരെ, ബങ്കിപ്പൂർ, ആർ എൻ മധോൽക്കർ. 28ാം സമ്മേളനം 1913 ഡിസംബർ 26 മുതൽ 28 വരെ, കറാച്ചി, സയ്യിദ് മുഹമ്മദ് ഹസൻ. 29ാം സമ്മേളനം 1914 ഏപ്രിൽ 14-15, മദ്രാസ്, ഭൂപേന്ദ്രനാഥ് ബസു. 30ാം സമ്മേളനം 1915 ഡിസംബർ 27 മുതൽ 29 വരെ, ബോംബായ്, സത്യേന്ദ്ര പ്രസന്ന സിൻഹ. 31ാം സമ്മേളനം 1916 ഡിസംബർ 26 മുതൽ 30 വരെ, ലക്നൗ, എ സി മജുംദാർ. 32ാം സമ്മേളനം 1917 ഡിസംബർ 26 മുതൽ 29 വരെ, കൽക്കട്ട, ആനി ബസന്റ്. 33ാം സമ്മേളനം 1918 ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 1 വരെ, ബോംബായ്, ഡിസംബർ 26 മുതൽ 30 വരെ, ഡൽഹി, സയ്യിദ് മുഹമ്മദ് ഹസൻ. 34ാം സമ്മേളനം 1919 ഡിസംബർ 26 മുതൽ 30 വരെ, അമൃത്സർ, മോത്തിലാൽ നെഹ്റു. 35ാം സമ്മേളനം 1920 ഡിസംബർ 26 മുതൽ 30 വരെ, നാഗ്പൂർ, വിജയരാഘവാചാര്യർ. 36ാം സമ്മേളനം 1921 ഡിസംബർ 27-28, അഹമ്മദാബാദ്, സി ആർ ദാസ്, ഹക്കീം അജ്മൽ ഖാൻ.
37-ാം സമ്മേളനം 1922 ഡിസംബർ 26 മുതൽ 31 വരെ ഗയ CR ദാസ്. 38-ാം സമ്മേളനം 1923 സെപ്റ്റംബർ 4 മുതൽ 8 വരെ കാക്കനഡ മൗലാന മുഹമ്മദ് അലി. 39-ാം സമ്മേളനം 1924 ഡിസംബർ 26-27 ബെൽഗാം മഹാത്മാഗാന്ധി. 40-ാം സമ്മേളനം 1925 ഏപ്രിൽ 15 മുതൽ 17 വരെ കാൺപൂർ സരോജിനി നായിഡു. 41-ാം സമ്മേളനം 1926 ഡിസംബർ 26 മുതൽ 28 വരെ ഗുവാഹത്തി ശ്രീനിവാസ അയ്യങ്കാർ. 42-ാം സമ്മേളനം 1927 ഡിസംബർ 26 മുതൽ 28 വരെ മദ്രാസ് MA അൻസാരി. 43-ാം സമ്മേളനം 1928 ഡിസംബർ 29 മുതൽ ജനുവരി 1, 1929 കൽക്കട്ട മോത്തിലാൽ നെഹ്റു. 44-ാം സമ്മേളനം 1929 ഏപ്രിൽ 16 മുതൽ 18 വരെ ലാഹോർ ജവഹർലാൽ നെഹ്റു. 45-ാം സമ്മേളനം 1931 മാർച്ച് 21 മുതൽ 31 വരെ കറാച്ചി സർദാർ വല്ലഭായ് പട്ടേൽ. 46-ാം സമ്മേളനം 1932 ഏപ്രിൽ 24 ഡൽഹി അമൃത് രഞ്ജോർ ദാസ് സേത്ത്. 47-ാം സമ്മേളനം 1933 സെപ്റ്റംബർ 12 മുതൽ 14 വരെ കൽക്കട്ട നെല്ലിസൺ ഗുപ്ത. 48-ാം സമ്മേളനം 1934 ഒക്ടോബർ 24 മുതൽ 28 വരെ ബോംബെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 49-ാം സമ്മേളനം 1935 ജൂൺ 18 മുതൽ 20 വരെ ബോംബെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 50-ാം സമ്മേളനം 1936 ജൂലൈ 12 മുതൽ 14 വരെ ഫൈസ്പൂർ ജവഹർലാൽ നെഹ്റു. 51-ാം സമ്മേളനം 1938 ഫെബ്രുവരി 19 മുതൽ 21 വരെ ഹരിപുര സുഭാഷ് ചന്ദ്രബോസ്. 52-ാം സമ്മേളനം 1939 മാർച്ച് 10 മുതൽ 12 വരെ ത്രിപുരി സുഭാഷ് ചന്ദ്രബോസ്. 53-ാം സമ്മേളനം 1940 മാർച്ച് 19, 20 രാംഘട്ട് മൗലാന അബ്ദുൽ കലാം ആസാദ്. 54-ാം സമ്മേളനം 1946 നവംബർ 23, 24 മീററ്റ് JB കൃപലാനി. 55-ാം സമ്മേളനം 1948 ഡിസംബർ 18 ജയ്പൂർ പട്ടാഭി സീതാരാമയ്യ. 56-ാം സമ്മേളനം 1950 സെപ്റ്റംബർ 21, 22 നാസിക് പുരുഷോത്തം ദാസ്. 57-ാം സമ്മേളനം 1951 മാർച്ച് 10 മുതൽ 12 വരെ ഡൽഹി ജവഹർലാൽ നെഹ്റു. 58-ാം സമ്മേളനം 1953 മെയ് 8 മുതൽ 10 വരെ ഹൈദരാബാദ് ജവഹർലാൽ നെഹ്റു. 59-ാം സമ്മേളനം 1954 ജൂലൈ 10 മുതൽ 12 വരെ കല്യാണി ജവഹർലാൽ നെഹ്റു. 60-ാം സമ്മേളനം 1955 സെപ്റ്റംബർ 7 മുതൽ 9 വരെ ആവടി UN ഥേബർ. 61-ാം സമ്മേളനം 1956 ഓഗസ്റ്റ് 11 മുതൽ 13 വരെ അമൃത്സർ UN ഥേബർ. 62-ാം സമ്മേളനം 1957 മെയ് 14, 15 ഇൻഡോർ UN ഥേബർ. 63-ാം സമ്മേളനം 1958 ജൂലൈ 15 മുതൽ 17 വരെ ഗുവാഹത്തി UN ഥേബർ. 64-ാം സമ്മേളനം 1959 ജൂൺ 10 മുതൽ 12 വരെ ഡൽഹി ഇന്ദിരാഗാന്ധി. 65-ാം സമ്മേളനം 1960 ജൂൺ 15, 16 ബാംഗ്ലൂർ നീലം സഞ്ജീവ് റെഡ്ഡി. 66-ാം സമ്മേളനം 1961 ജൂൺ 6, 7 ഭാവ്നഗർ നീലം സഞ്ജീവ് റെഡ്ഡി. 67-ാം സമ്മേളനം 1962 ഓഗസ്റ്റ് 13 മുതൽ 15 വരെ പാട്ന നീലം സഞ്ജീവ് റെഡ്ഡി. 68-ാം സമ്മേളനം 1964 സെപ്റ്റംബർ 17 മുതൽ 19 വരെ ഭുവനേശ്വർ K കാമരാജ്. 69-ാം സമ്മേളനം 1965 ഏപ്രിൽ 14 മുതൽ 16 വരെ ദുർഗാപൂർ K കാമരാജ്. 70-ാം സമ്മേളനം 1966 ജൂലൈ 16 മുതൽ 18 വരെ ജയ്പൂർ K കാമരാജ്. 71-ാം സമ്മേളനം 1968 ജൂൺ 10, 11 ഹൈദരാബാദ് S നിജലിംഗപ്പ. 72-ാം സമ്മേളനം 1969 ഏപ്രിൽ 26 മുതൽ 28 വരെ ഫാരിദാബാദ് S നിജലിംഗപ്പ. 73-ാം സമ്മേളനം 1969 ഡിസംബർ 28, 29 ബോംബെ S നിജലിംഗപ്പ. 74-ാം സമ്മേളനം 1972 ഡിസംബർ 28, 29 കൽക്കട്ട ശങ്കർ ദയാൽ ശർമ്മ. 75-ാം സമ്മേളനം 1976 ഡിസംബർ 31, ജനുവരി 1, 1977 ചണ്ഡീഗഡ് ദേവകാന്ത ബറുവ. 76-ാം സമ്മേളനം 1978 ജനുവരി 1, 2 ഡൽഹി ഇന്ദിരാഗാന്ധി. 77-ാം സമ്മേളനം 1983 ഡിസംബർ 29, 30 കൽക്കട്ട ഇന്ദിരാഗാന്ധി. 78-ാം സമ്മേളനം 1985 ഡിസംബർ 28 മുതൽ ജനുവരി 28, 1986 ബോംബെ രാജീവ് ഗാന്ധി. 79-ാം സമ്മേളനം 1992 ഏപ്രിൽ 14 മുതൽ 16 വരെ തിരുപ്പതി P നരസിംഹറാവു. 80-ാം സമ്മേളനം 1997 ഓഗസ്റ്റ് 8 മുതൽ 10 വരെ കൽക്കട്ട സീതാറാം
കേസരി. 81-ാം സമ്മേളനം 2001 ഫെബ്രുവരി 14 മുതൽ 16 വരെ, ബാംഗ്ലൂർ, സോണിയാഗാന്ധി. 82-ാം സമ്മേളനം 2006 ജനുവരി 1, ഹൈദരാബാദ്, സോണിയാഗാന്ധി. 83-ാം സമ്മേളനം 2010 ജനുവരി 1, ഡൽഹി, സോണിയാഗാന്ധി. 84-ാം സമ്മേളനം 2018 മാർച്ച് 17-18, ഡൽഹി, രാഹുൽ ഗാന്ധി. 85-ാം സമ്മേളനം 2023 ഫെബ്രുവരി 24 മുതൽ 26 വരെ, ഡൽഹി, മല്ലികാർജുൻ ഖാർഗെ.